Good evening all. Okay, അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ക്ലാസ് 11 ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയാണ് പറഞ്ഞത് നമ്മൾ തേർഡ് ലോ ഓഫ് മോഷൻ, അത് കഴിഞ്ഞ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ആംഗുലാർ മൊമെന്റത്തിന്റെ അപ്ലിക്കേഷൻസ്, റീകോയിൽ ഓഫ് എ ഗൺ, റോക്കറ്റ് പ്രൊപ്പൽഷൻ, ഈ കാര്യങ്ങളെല്ലാം അത്രയും ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാർട്ട് 1. ഇനി പാർട്ട് 2 വരുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ. എന്താണ് ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ എന്നാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. സോ equilibrium of a particle in mechanics refers to the situation when the next external force on the particle is zero. ഓക്കെ, അപ്പോ ഒരു പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ മീനിങ്ങേ ഉള്ളൂ. എന്താണ് അതിന്റെ മീനിങ്? നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഇസ് സീറോ. ഓക്കെ, അതാണ് ഇക്വിലിബ്രിയം എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പോയിന്റ് നമ്മൾ അടിവരയിട്ട് പഠിച്ചിരിക്കുക. The net external force acting on the particle is zero. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, ദ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്. അപ്പൊ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ പോയിന്റില് ദ ഫോഴ്സസ് ആക്ടിങ് ആർ കോൾഡ് കൺകറന്റ് ഫോഴ്സസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സസിനെ നമുക്ക് എന്ത് വിളിക്കാം? കൺകറന്റ് ഫോഴ്സസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ see, if two forces F1 and F2 act on a particle, equilibrium condition എന്താണ്? F1 plus F2 should be equal to 0. Okay, F1 plus F2 should be ഇതെന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു പാർട്ടിക്കിളിന്റെ മുകളിൽ എന്താണ്? F1 F2 ആക്ട് ചെയ്യാണ്. അപ്പൊ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ F1 plus F2, അതായത് നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ ഇതിന് അങ്ങനെ 0 ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? F1 should be equal to minus F2. ഇതാണ് ഒരു പാർട്ടിക്കിളിന്റെ മുകളിൽ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ കിട്ടാനുള്ള ഒരു കണ്ടീഷൻസ്. സോ ഇക്വിലിബ്രിയം അണ്ടർ 3 കൺകറന്റ് ഫോഴ്സസ്. ഓക്കെ, അതായത് 3 ഫോഴ്സസ് ആക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്? F1 plus F2 plus F3 is equal to 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്താവുള്ളൂ? ഇക്വിലിബ്രിയം ആണെന്നും അല്ലെങ്കിൽ F1 F2 F3 കൺകറന്റ് ഫോഴ്സസ് ആണെന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ F1 F2 F3 എന്ന് പറയുന്ന 3 ഫോഴ്സസ് ഒരു പാർട്ടിക്കിളിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നു. ആ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ F1 plus F2 plus F3 equal to 0 ആയിരിക്കണം. Then F1 F2 and F3 are called concurrent forces. Very simple. Okay, then next നമ്മള് മോഷൻ ഇൻ എ ലിഫ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, മോഷൻ ഇൻ എ ലിഫ്റ്റ്. മോഷൻ ഇൻ എ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ 4 കേസസ് വരുന്നുണ്ട്. അതിൽ ആദ്യം നമ്മൾ നോക്കി വെക്കേണ്ടത് ലിഫ്റ്റ് അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി അപ്വാർഡോ ഡൗൺവേർഡ്. അത് ലിഫ്റ്റ് റെസ്റ്റിലാണ്, അല്ലെങ്കിൽ അപ്വാർഡോ ഡൗൺവേർഡോ കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടിയായിട്ടാണ് മൂവ് ചെയ്ത്. അല്ലെ, നമുക്കറിയാം ഇവിടെ മുകളിലോട്ട് നോർമൽ റിയാക്ഷൻ, താഴോട്ട് mg. അപ്പൊ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, നെറ്റ് ഫോഴ്സ് എന്താ വരിക? n മൈനസ് mg. അല്ലെ, n മൈനസ് mg ആണെങ്കിൽ ദാറ്റ് ഈക്വൽ ടു, അതാണ് നെറ്റ് ടോട്ടൽ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ്? ലിഫ്റ്റ് അറ്റ് റെസ്റ്റ് ആണ്. അല്ലെ, ലിഫ്റ്റ് അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിലും മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെങ്കിലും ഇവിടെ എന്താണ്? a ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വരും? n മൈനസ് mg ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, സോ n ഈസ് ഈക്വൽ ടു mg. അപ്പൊ എന്താ കണ്ടീഷൻ? സോ അപ്പാരന്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു actual weight. So the apparent weight is equal to actual weight when lift at rest or moving with constant velocity. Okay, then second case. Second case, lift moves up with acceleration a ആണ്. ഓക്കെ, ഇതാ കാണിച്ചിരിക്കുന്നു ഇവിടെ ഫിഗറില്. ലിഫ്റ്റ് മൂവ്സ് അപ്പ് വിത്ത് ആക്സിലറേഷൻ a. അല്ലെ, സോ നമുക്ക് എന്താ എഴുതാം? n മൈനസ് mg ഇവിടെ എന്താണ്? n മൈനസ് mg മൂവ്സ് വിത്ത് അപ്പ് ആണ്. അല്ലെ, സോ ma.
ഇസ് ഈക്വൽ ടു ഇങ്ങനെ വരും ആണല്ലോ. സോ നമുക്ക് എന്ത് വരും ഇവിടെ ഈ കേസിൽ n ഇസ് ഈക്വൽ ടു m ഇൻറ്റു എം ജി പ്ലസ് എം എ വരും, m ഇൻറ്റു ജി പ്ലസ് എ. ഓക്കെ, സോ ഹിയർ എന്ത് വരും അപ്പാരന്റ് വെയിറ്റ് പ്ലസ് ആണ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പാരന്റ് വെയിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആക്ച്വൽ വെയിറ്റ്. So when lift moves up with acceleration A, apparent weight is greater than actual weight. ഓർത്തു വെക്കുക. Then lift moves down with acceleration A. ഇങ്ങനെയാണെങ്കിൽ ഡൗൺ ആണ്. സോ എം ജി ആണ് ഇവിടെ കൂടുതൽ വരുന്നത്. സോ എം ജി മൈനസ് എൻ ഇസ് ഈക്വൽ ടു എം എ. അപ്പൊ എന്ത് വരും എൻ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് എം എ വരും. സോ എം ഇൻറ്റു ജി മൈനസ് എ. സോ എം ജി മൈനസ് എം എ ആണ് വന്നത്. സോ അപ്പാരന്റ് വെയിറ്റ് ഈസ് ലെസ് ദാൻ ആക്ച്വൽ വെയിറ്റ്. എം ജി മൈനസ് ആണ് വന്നത്. സോ അപ്പാരന്റ് വെയിറ്റ് less than actual weight. So whenever left moves down with acceleration A, apparent weight is less than actual weight. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ തന്നെ ഒരു സബ് കണ്ടീഷൻ ആണ്, ഒരു സബ് കേസ് ആണ് ശരിക്കും. സിയുടെ തന്നെ ലിഫ്റ്റ് ഫോഴ്സ് ഡൗൺ ഫ്രീലി. ഓക്കെ, അപ്പൊ ഇവിടെ ലിഫ്റ്റ് ഫോഴ്സ് ഡൗൺ ആണ്. കേസ് സിയും എന്തുതന്നെയാണ് ലിഫ്റ്റ് മൂവ്സ് ഡൗൺ വിത്ത് ആക്സിലറേഷൻ എ ആണ്. പക്ഷെ ഈ കേസിൽ എന്ത് വരും ഡിയുടെ കേസിൽ ഡൗൺ ഫ്രീലി ആണ്. ഫ്രീലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രീ ഫോൾ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ എന്താവണം ആക്സിലറേഷൻ ഷുഡ് ബി ഈക്വൽ ടു ജി ആവണം അല്ലെ. ഇവിടെ നമുക്ക് വന്നത് എന്താണ് n is equal to m into g minus a ആണ്. when lift moves down we have n is equal to m into g minus a എന്ന് നമുക്ക് കിട്ടി. പക്ഷെ ഫ്രീ ഫോൾ ആയതുകൊണ്ട് a is equal to g വരും. സോ n is equal to എന്ത് വന്നു 0. that means apparent weight is equal to 0. അപ്പൊ ഈ 4 കേസസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരുമ്പോ ഫ്രിക്ഷൻ. Friction is a force which opposes the relative motion between the two objects when one object moves or tries to move over the surface of another object. Okay, അതായത് റിലേറ്റീവ് മോഷനിൽ വരുന്ന ഒരു ഫോഴ്സ് ആണെന്ന് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ടു ഒബ്ജക്ട്സ് മൂവ് ചെയ്യുമ്പോൾ, ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിന്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ നിരങ്ങി നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ റോൾ ചെയ്യുമ്പോൾ, സ്ലൈഡ് ചെയ്യുമ്പോൾ, അതായത് രണ്ടുപേരും കൂടി ടച്ച് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫോഴ്സ് ആണ് എന്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. വെൻ വൺ ഒബ്ജക്ട് ട്രൈസ് ടു മൂവ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ഒബ്ജക്റ്റ്. ഓക്കെ, ആ സമയത്ത് ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. റോളിംഗ് ആവാം, സ്ലൈഡിങ് ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇതായി നീങ്ങുന്നതാവാം. ഏതാണെങ്കിലും ആ കേസിൽ വരുന്നതാണെന്ത് അതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഓക്കെ, സോ ഇറ്റ് ആക്ട്സ് ടാൻജൻഷ്യൽ ടു ദി സർഫസ് ഓഫ് കോണ്ടാക്ട്. ഇങ്ങനെയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. എങ്ങനെയാണ് ഡയറക്ഷൻ ടാൻജൻഷ്യൽ ടു ദി സർഫസ് ഓഫ് കോണ്ടാക്ട്. ഇനി ഇതിനുള്ള കാരണക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ സർഫസസ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവാൻ കാരണം അഡ്ഹസീവ് ഫോഴ്സ് ബിറ്റ്വീൻ സർഫസസ്. ദെൻ വേറൊരു റീസൺ ഇറഗുലാരിറ്റീസ് ഓഫ് ദി പ്ലെയിൻ സർഫസ്. ഈ രണ്ട് കാര്യങ്ങളുമാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവാനുള്ള കാരണം. ഇനി the two types of friction. ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ 2 types ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും. നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട് ആസ് ലോങ് ആസ് ദ ബോഡീസ് ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പൊ രണ്ട് സർഫസ് കോണ്ടാക്റ്റിലുള്ള രണ്ട് സർഫസിന് ഇടയ്ക്കുള്ള ഫോഴ്സ് ആണ്. അത് ഓൾറെഡി നമുക്കറിയാം അല്ലെ, ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഒരു സർഫസും വേറെ സർഫസും തമ്മിൽ ഒരു കോണ്ടാക്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് ആണിത്. അപ്പൊ ഇത് രണ്ട് സർഫസും റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒന്നുകിൽ റെസ്റ്റിലിരിക്കുമ്പോൾ അതല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്തും ഈ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, രണ്ട് സർഫസ് റെസ്റ്റിലിരിക്കുന്ന സമയത്താണെങ്കിൽ അതിനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. ഈ രണ്ടുപേരും മൂവ് ചെയ്യോ അല്ലെങ്കിൽ ഒരു സർഫസ് വേറെ സർഫസിന്റെ മുകളിൽ റോൾ ചെയ്യോ സ്ലൈഡ് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ അതെന്തായി കൈനറ്റിക് ആയി. ഓക്കെ, നമുക്ക് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും ആണുള്ളത്. രണ്ട് കേസിലും സർഫസസ് എന്താണ് കോണ്ടാക്റ്റിലാണ്. രണ്ട് സർഫസും കൂടെ റെസ്റ്റിലാണെങ്കിൽ അത് സ്റ്റാറ്റിക്,
ഈ രണ്ട് സർഫസ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക്. രണ്ട് സർഫസിൽ ഒന്ന് മൂവ് ചെയ്താലും മതി. ഓക്കെ, ഇപ്പൊ സ്ലൈഡിങ്, റോളിങ് അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഒപ്പോസിംഗ് ഫോഴ്സ് വിച്ച്, അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ടത് എന്താണ്? ബോഡീസ് അറ്റ് റെസ്റ്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സ്റ്റാറ്റിക്. It is an opposing force which comes into play when one object tends to move over the surface of another object. അത് ആ ടെൻഡൻസി ഉണ്ടാവുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവ് ചെയ്യാൻ തുടങ്ങിയ തൊട്ട് മുന്നേ. ഓക്കെ, ഇറ്റ്സ് വാല്യൂ ഇൻക്രീസസ് ഫ്രം 0 to a maximum value called limiting friction. അപ്പൊ ഇത് റെസ്റ്റിൽ ഇരിക്കുകയാണ്, അപ്പൊ തൊട്ടടുത്ത നിമിഷം ഇവര് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ 0യിൽ നിന്നും അത് മാക്സിമം വാല്യൂ ആവും. അപ്പൊ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നെയാണ് ആ മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ടു മുന്നേയുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് ദി സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ജസ്റ്റ് ബിഫോർ സ്ലൈഡിംഗ്. അപ്പൊ നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. രണ്ട് സർഫസ് ഉണ്ട്, രണ്ട് സർഫസ് ഇപ്പൊ ടച്ച് ചെയ്തിരിക്കുകയാണ്, അത് മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കൈനറ്റിക് ഫ്രിക്ഷൻ ആയി അല്ലെ. അപ്പൊ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന റെസ്റ്റിൽ ഇരിക്കുന്ന സമയത്തുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് ജസ്റ്റ് ബിഫോർ ആ മൊമെന്റിന് തൊട്ട് മുന്നുള്ള വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ആ വാല്യൂവിനെ നമ്മൾ എന്ത് വിളിക്കും? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, സോ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കാര്യത്തിൽ ഓർത്തു വെക്കണം, ദ ടു സർഫസസ് ഇൻ കോണ്ടാക്ട് ആർ അറ്റ് റെസ്റ്റ്. ഓക്കെ, പിന്നെ ഓർത്തു വെക്കേണ്ടത് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ 0 to മാക്സിമം വാല്യൂ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതായത് ഒരു സർഫസ് മറ്റേ സർഫസിന്റെ മുകളിൽ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ ആണ് എന്ത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. നെക്സ്റ്റ്, ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഫോഴ്സ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ഓഫ് ദി സർഫസസ് ഇൻ കോണ്ടാക്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ. ദെൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആർ. ഓക്കെ, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ, അതാണ് FS max എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം വാല്യൂ FS max is proportional to normal reaction. എന്നാണ് ഞാൻ എന്നാണ് എടുത്തിരിക്കുന്നത്, സോ നമുക്ക് എന്ത് എഴുതാം? FS max ഈക്വൽ ടു, ഈ പ്രൊപ്പോർഷണാലിറ്റിനെ ഈക്വൽ ടു ആക്കിയപ്പോ ഇവിടെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഉപയോഗിച്ചു മ്യൂഎസ്. ഈ മ്യൂഎസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതായത് FS max ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ അല്ലെ. സോ മ്യൂഎസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? സ്റ്റാറ്റിക് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് FS, അതായത് ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ N. ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ FS max is equal to μS(n) ആണെങ്കിൽ FSന്റെ വാല്യൂ എങ്ങനെ വരിക? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു μSn. മാക്സിമം വാല്യൂ μSn ആണ്. അപ്പോ FSന്റെ ബാക്കി വാല്യൂസ് ഒക്കെ അതിലും കുറവായിരിക്കും. സോ FS is less than or equal to μSn. സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ വാല്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് മാക്സിമം വാല്യൂ μSn. സോ FS should be less than or equal to μSn. ഇനി ആംഗിൾ ഓഫ് റീപോസ് ഓർ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, അതാണ് അടുത്തത് നമ്മൾ അറിയുന്നത്. Okay, the angle at which the body begins to slide on an inclined plane is called the angle of static friction or angle of repose. Okay, the angle at which the body begins to slide an inclined plane, അതാണ് എന്ത്? ആംഗിൾ ഓഫ് റീപോസ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ ഇവിടെ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ അത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഈ വെയിറ്റ് ഓഫ് ദി ബോഡി mg എന്ത് ചെയ്യേണ്ടി വരും? അവിടെ ഇൻക്ലിനേഷൻ ഉണ്ടല്ലോ, ആ പിന്നെ ബോഡി സ്ലൈഡ് ചെയ്യുന്ന ആ ഒരു പ്ലെയിന്, ആ ഒരു ഈ പ്ലെയിന് എന്തുണ്ട്? ഒരു ഹൊറിസോണ്ടൽ ലെവലായിട്ട് ഒരു ഇൻക്ലിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ വെയിറ്റ് ഓഫ് ദ ബോഡി നമുക്ക് എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. അപ്പൊ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ അത് റിസോൾവ് ചെയ്യുന്ന ഏത് രീതിയിലാണ്? mg cos θ വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റ് mg sin θ. അപ്പൊ ഇതില് നമ്മൾ ഫിഗറിൽ നോക്കിയാൽ നമുക്കറിയാം ഇത് ഏത് രീതിയിലാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് വരിക. ഇങ്ങനെയാണ്, കാരണം ഇത് ഇൻക്ലിനേഷൻ കണ്ടോ, ഇൻക്ലൈൻഡ് പ്ലെയിന്റെ മുകളിൽ നമുക്ക് കിട്ടുന്നത് വെയിറ്റ്, ഈ ബോഡിയുടെ വെയിറ്റിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് mg sin θ ആണ്. അത് തന്നെയാണ് ആ
ഡയറക്ഷനിൽ തന്നെയാണോ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത്? കാരണം ആ പ്ലെയിനിന്റെ ഡയറക്ഷൻ അല്ലെ, ആ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് എന്ത് വരിക, ഫ്രിക്ഷണൽ ഫോഴ്സ് വരിക. അപ്പൊ ഇവിടെ വെയിറ്റ് ഓഫ് ദി ബോഡിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് എന്ത് വരുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം, എം ജി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും, എം ജി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് അല്ലെ, എഫ് എസ് മാക്സ് വരും. അതുപോലെ ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്, അത് വെയിറ്റ് ഓഫ് ദി ബോഡിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ്, നമുക്ക് ഈ വെയിറ്റ് ഓഫ് ദി ബോഡി റിസോൾവ് ചെയ്യേണ്ടി വന്നത് അവിടെ ഇൻക്ലിനേഷൻ വന്നതുകൊണ്ടാണ് പ്ലെയിനിൽ. ഇൻറ്റി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഇത് ഒരു നോർമൽ റിയാക്ഷൻ എൻ അല്ലെ. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 1 ആൻഡ് ദിസ് വൺ ഇക്വേഷൻ 2. സോ 1/2 എന്ത് വരും, 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോ tan തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ. ഇതെന്താ, എഫ് എസ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ എന്താ, നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. എഫ് എസ് മാക്സ് ഇസ് ഈക്വൽ ടു ദി മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു മ്യൂ എസ് എൻ. സോ എഫ് എക്സ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ത് വരും, മ്യൂ എസ് വരും. സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ എസ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സോ ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റിപ്പോസ്. ആ കാര്യം ഓർത്ത് വയ്ക്കും. This coefficient of ഓക്കെ, അത് തന്നെയാണ് ഞാൻ ഇവിടെ കുറച്ചുകൂടി സ്പേസ് ഇട്ട് മാത്രം പത്തിലടയത്. ഓക്കെ, കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് എഴുതാം കേട്ടോ. സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് ഡിവൈഡഡ് ബൈ എൻ എന്ന് വന്നു. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം, നമുക്ക് ഓൾറെഡി അറിയാം എഫ് എസ് okay. Plus max is equal to
So tan theta is equal to fs max divided by n എന്ന് വരും. And this equal to mu s. Okay. Okay. That means coefficient of static friction is the tangent of angle of limiting friction. Okay. Coefficient of static friction എന്ന് പറയുമ്പോൾ ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റീപേഴ്സൽ. ഓക്കെ, അതായത് ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ആംഗിളിലാണ് സ്ലൈഡ് ചെയ്യുന്നതെങ്കിൽ ടാൻജന്റ് ഓഫ് ദാറ്റ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇസ് ഈക്വൽ ടു ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. സോ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇപ്പൊ ടു സർഫസസ് ഇൻ കോണ്ടാക്റ്റിൽ ഉള്ളപ്പോഴാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ രണ്ട് സർഫസസും റെസ്റ്റിലാണെങ്കിൽ അത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, അത് അവർ മൂവ് ചെയ്ത് തുടങ്ങിയാൽ അല്ലെ ഏതെങ്കിലും ഒരു സർഫസ് മൂവ് ചെയ്താലും മതി, അതാവുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായി, കൈനറ്റിക് ഫ്രിക്ഷൻ ആയി. ഓക്കെ, അതായത് ഒരു ബോഡി സ്ലൈഡ് ചെയ്യുമ്പോൾ ഒരു ബോഡി വേറൊരു സർഫസിൽ റോൾ ചെയ്യുന്ന സമയത്ത്, സ്ലൈഡ് ചെയ്യുന്ന സമയത്ത്, ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എന്ത്, കൈനറ്റിക് friction. The opposing force that comes into play when one object moves over the surface of another object. When one object, അതായത് അടിവരത്ത് ഓർത്ത് വെക്കുക, സ്റ്റാറ്റിക് ആവുമ്പോൾ when the two surfaces are at rest. Okay, and kinetic friction എന്ന് പറയുമ്പോൾ when one object moves over the surface of another object. അതാണ് kinetic friction. സ്റ്റാറ്റിക് ഫ്രിക്ഷനും kinetic ഫ്രിക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ഇനി ഈ കൈനറ്റിക് ഫ്രിക്ഷൻ 2 ടൈപ്സ് ഉണ്ട്, സ്ലൈഡിങ്ങും റോളിങ്ങും. ഓക്കെ, ഇനി ഇവരുടെ വാല്യൂ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, റോളിംഗ് ഫ്രിക്ഷൻ ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതിൽ ഏതാണ് കൂടുതൽ എന്നുള്ളത്, റോളിംഗ് ഫ്രിക്ഷൻ ആണ് കൂടുതൽ വരിക, പിന്നെ സ്ലൈഡിംഗ്, ദെൻ സ്റ്റാറ്റിക്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റോളിംഗ് ആൻഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. So it comes to play when one object rolls over the surface of another object. ഇതാണെന്ത്, റോളിംഗ് ഫ്രിക്ഷൻ അല്ലെ. ഇതാണെന്ത്, റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ എപ്പോഴാണ് വരുന്നത്, when one object rolls over the surface of another object. And rolling friction is less than sliding friction. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടില്ല, റോളിംഗ് ഫ്രിക്ഷൻ is less than sliding friction എന്നാണ്. Okay, an advantage of rolling friction is made using ball bearings ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ, റോളിംഗ് ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജ്. Then sliding friction is the friction between two surfaces when one body slides over the surface of another. Okay, simple. Then next, kinetic friction law. Okay, the kinetic friction has a constant value depend on the nature of the surfaces in contact. Okay, then the kinetic friction is proportional to normal reaction. എന്നാണ് എല്ലായിടത്തും എൻ ഉപയോഗിക്കാം. ഓക്കെ, ആറും എന്നും നമ്മൾ നോർമൽ റിയാക്ഷൻ ഉപയോഗിക്കാറുണ്ട്, അങ്ങനെ എല്ലായിടത്തും എൻ ഉപയോഗിക്കുകയാണ്, അതുകൊണ്ട് അവിടെ മാറ്റിയത്. ഓക്കെ, സോ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഇതൊക്കെ നേരത്തെ പോലെ തന്നെ എഫ് എസ് ഇസ് പ്രൊപ്പോർഷണൽ ടു, നമ്മൾ ഇവിടെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണ്ടില്ലേ, ഇതാ എന്തായിരുന്നു, ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷന്റെ അല്ലെ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആയിരുന്നു ഇവിടെ എന്ത്, നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിട്ട്. ഇവിടെ കൈനറ്റിക് ഫ്രിക്ഷന്റെ കേസിലാണെങ്കിലോ എന്ത് വന്നു, ദ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കേസിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ ആയിരുന്നു നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിട്ട്. സോ നമ്മൾ അതിനെ ഇക്വാലിറ്റി ആക്കി മാറ്റുമ്പോൾ എഫ് കെ ഇസ് ഈക്വൽ ടു മ്യൂ കെ എൻ എന്ന് വരും. ആൻഡ് മ്യൂ കെ ഈസ് കോൾഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. മ്യൂ എസ് എന്തായിരുന്നു, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ ആസ് എ നെസസറി ഈവൾ. എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ നെസസറി ഈവൾ ആണ് പറയുന്നത്? അതായത് ഫ്രിക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ നെസസറി ഈവൾ ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസും ഉണ്ട്,
ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നെസസറി ഈവിൾ ആണെന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, റോളിംഗ് ഫ്രിക്ഷൻ എന്നുള്ള ഒരു കാര്യം നമ്മൾ ബോൾ ബെയറിംഗ്സിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രോപ്പർട്ടിയിൽ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജസും ഉണ്ട്, അതേസമയം ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അല്ലെ. ഈ യന്ത്രങ്ങൾക്ക് മെഷീൻസിനൊക്കെ തേയ്മാനമൊക്കെ വരുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. അപ്പോൾ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതുകൊണ്ട് ഫ്രിക്ഷനെ നമുക്കൊരു നെസസറി ഈവിൾ ആണ് എന്ന് പറയാം. അപ്പൊ നമുക്ക് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഏബിൾ ടു വർക്ക് ഓൺ ദി ഗ്രൗണ്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, അതിന് കാരണം അതാണ്. Then we can hold an object in hand due to friction. Then materials burn in air due to friction. ഇതല്ല എന്താണ് ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസ്. Then നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? When vehicle moves a lot of energy is lost to overcome friction. Okay, ഈ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ ലോട്ട് ഓഫ് എനർജി അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. Then excess heat produced in machines causes wear and tear to parts. അതാണ്, അതായത് ഈ ഫ്രിക്ഷൻ കാരണം എക്സസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ഡാമേജ് ഉണ്ടാക്കും. Then atmospheric friction is disadvantageous to rockets and satellites. ഇതൊക്കെയാണ് എന്ത് ഫ്രിക്ഷന്റെ ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ്, അപ്പൊ അഡ്വാൻറ്റേജസും ഉണ്ട് അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില അവസരങ്ങളിലെങ്കിലും എന്ത് വേണ്ടി വരും, അത് റെഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മെത്തേഡ്സ്? അതിൽ ഫസ്റ്റ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ഫ്രിക്ഷൻ ഇൻക്രീസസ് ആസ് ദി റഫ്നെസ് ഓഫ് ദി സർഫസസ് ഇൻക്രീസസ്. റഫ്നെസ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഫ്രിക്ഷൻ കൂടുക. അപ്പൊ ലൂബ്രിക്കൻസ് ഫിൽ ദ ഫൈൻ പോർസ് ആൻഡ് ഗ്യാപ്സ് ബിറ്റ്വീൻ കോണ്ടാക്ട് സർഫസസ് ആൻഡ് റെഡ്യൂസസ് ഫ്രിക്ഷൻ. ലൂബ്രിക്കൻസ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാം. Then polishing surfaces. അടുത്തതാണ് നമുക്ക് എന്ത് ചെയ്യാം, സർഫസസ് പോളിഷ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. Then by using ball bearings. വേറെ ഒന്നാണ് ബോൾ ബെയറിംഗ്സ് യൂസ് ചെയ്യാം. റൊട്ടേറ്റിംഗ് മെഷീൻസ് can be mounted on ball bearings. Rolling friction is less than sliding friction. Then next, by streamlining. Streamlining reduces the area of contact and thus reduces friction. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഓക്കെ, സോ ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവൽ ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, നോക്കിയത്. അപ്പൊ ഇനി ഇതിലെ ലാസ്റ്റ് പോർഷൻ ആണ് സർക്കുലർ മോഷൻ. സോ ആക്സിലറേഷൻ of a body moving in a acceleration of a body moving in a circle of radius r with uniform speed v is v square by r അല്ലെ. അത് നമുക്കറിയാം, അതായത് സർക്കുലർ മോഷനിലുള്ള ഒരു ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ ആർ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെന്റർ അല്ലെ. ഓൾറെഡി പ്രീവിയസ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സർക്കുലർ മോഷനിൽ അതിനെ റിറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. ആ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ എഫ് സി ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ വി സ്ക്വയർ ബൈ ആർ. വി സ്ക്വയർ ബൈ ആർ ആണ്. സെക്കൻഡ് ലോ പ്രകാരം സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് മാസിന്റെ ആക്സിലറേഷൻ ആയതുകൊണ്ട് നമുക്കിതിനെ സെൻട്രിപിറ്റൽ ഫോഴ്സിനെ എങ്ങനെ എഴുതാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ എം ഇൻറ്റു അതിന്റെ ആക്സിലറേഷൻ വി സ്ക്വയർ ബൈ ആർ അല്ലെ. എം ഇൻറ്റു എയുടെ സ്ഥാനത്ത് വി സ്ക്വയർ ബൈ. സോ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന്. ദിസ് ഫോഴ്സ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെന്റർ. അപ്പോൾ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആയാലും സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയാലും that is directed towards the center. That for a stone rotated in a circle by a string, the centripetal force is provided by the tension in the string. Okay, അപ്പോൾ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റോണിന്റെ കേസിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ആ സ്ട്രിങ്ങിനുള്ള ടെൻഷൻ ആണ്. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെൻഷൻ ഇൻ ദി സ്ട്രിങ് ആണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുന്നു. Then the centripetal force for motion of a planet. ഇപ്പൊ പ്ലാനറ്റ് അറൌണ്ട് ദി സൺ, സോളാർ സിസ്റ്റത്തില് ദ പ്ലാനറ്റ്സ് ആർ മൂവിങ് അറൌണ്ട് ദി സൺ അല്ലെ. ആ കേസില് ഈ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുക, സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുക. Then for a car taking in a circular turn on a horizontal rule നമ്മൾ സർക്കുലർ ടേൺ എടുക്കുന്ന സമയത്ത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആര് പ്രൊവൈഡ് ചെയ്യും, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യും. Okay, for a car
taking a circular turn on a horizontal road, the centripetal force is provided by the force of friction. Okay. Then, അങ്ങനെയാണെങ്കിൽ മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡും ഓൺ എ ബാങ്ക്ഡ് റോഡും എങ്ങനെ വരും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകും. ഓക്കെ. അപ്പൊ ഇവിടെ മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡാണ് കേട്ടോ, ബാങ്ക്ഡ് റോഡല്ല. അപ്പൊ ലെവൽ റോഡ് ആവുമ്പോൾ ഈ കാറിന്റെ മുകളിൽ വരുന്ന ഫോഴ്സസ് ഈ രീതിയിലാണ് വരിക. അപ്പൊ ഈ കാറും ഈ റോഡിന്റെ സർഫസും ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ രീതിയിൽ വരും. ദെൻ കാറിന്റെ വെയിറ്റ് അത് താഴോട്ട് mg വരും. ദെൻ മുകളിലോട്ട് നോർമൽ റിയാക്ഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാക്സിമം സ്പീഡിന്റെ പിന്നെ ഫോർമുല എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യണം. അപ്പോ അങ്ങനെ വരുമ്പോ ഇവിടെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ, അതായത് മുകളിലോട്ട് നോർമൽ റിയാക്ഷൻ, താഴോട്ട് mg ആണ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ രണ്ട് ഫോഴ്സസ് അതാണ്. പക്ഷെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇവിടെ കാറിന് എന്തില്ല, മൂവ്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ n മൈനസ് mg is equal to നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 0 എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് റിക്വയർഡ് ഫോർ ദിസ് സർക്കുലർ മോഷൻ. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ലെവൽ റോഡില് സർക്കുലർ മോഷന്റെ കേസ്, കാർ സർക്കുലർ മോഷൻ ആണെങ്കിൽ ദാറ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ആരായിരിക്കും, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദി റോഡ് ആൻഡ് ദി ടയേഴ്സ് ഓഫ് ദി കാർ അല്ലെ. സോ നമുക്ക് n=mg ഇവിടെ എഴുതി വെച്ചതിന് ശേഷം centripetal force for circular motion. Circular motion of the car is provided by the frictional force between road and tires of the car അല്ലെ. അപ്പൊ ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോ mv² r ആണ്. Sorry, mv² r is provided by the frictional force. അപ്പൊ അത് നമുക്കറിയാം, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs n അല്ലെ. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പ്രകാരം, ലോ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെ. അപ്പൊ നമുക്ക് അവിടുന്ന് എന്ത് എഴുതാൻ പറ്റും, mv² r ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs n. ഓക്കെ. ആൻഡ് ദെൻ ചെയ്യുന്നത്, സോ മാക്സിമം സ്പീഡ് ചെയ്യുന്ന സമയത്ത് v² should be less than or equal to μs n. അത് ഇവിടെ എഴുതാം. So v² less than or equal to μs n r divided by mn. നമുക്ക് വേണ്ടത് മാക്സിമം സ്പീഡാണ്. അപ്പോ മാക്സിമം സ്പീഡ് ആവുമ്പോ എന്താണ്, ഈക്വൽ ടു അല്ലെ. മാക്സിമം ഈക്വൽ ടു ബാക്കിയുള്ളതെല്ലാം അതിൽ താഴെ എന്നാണ് നമ്മൾ പറഞ്ഞത്. fs, അതായത് ഇവിടെ നമുക്കറിയാം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs n. ഈക്വൽ ടു ആവുമ്പോ എഫിന്റെ മാക്സിമം വാല്യൂ. അപ്പൊ അതേപോലെ തന്നെ സ്പീഡ് മാക്സിമം ആവുന്ന സമയത്ത് അവിടെ ഈക്വാലിറ്റി സൈൻ, ഈക്വൽ ടു μs n r by n.
ആൻഡ് n ഈസ് mg അല്ലെ, n ഈക്വൽ ടു mg എന്ന് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. us r g. So v max is equal to square root of mu s r g, and this is the maximum speed for the circular motion of a car on a level road. A banked road അല്ല, level road ആണെങ്കിൽ. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ബാങ്ക്ഡ് റോഡിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിന് ബാങ്കിങ് ഓഫ് റോഡ് എന്താണെന്ന് അറിയണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. ഇപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു പോർഷനാണ്. ദ ഫിനോമിനൻ ഓഫ് റേസിംഗ് ദ ഔട്ടർ എഡ്ജ് ഓഫ് ദി കർവ്ഡ് റോഡ്. നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് അല്ലെ, ഔട്ടർ എഡ്ജ് കുറച്ചിങ്ങനെ റേസ് ചെയ്തിട്ട് നിൽക്കും. റേസിംഗ് ഔട്ടർ എഡ്ജ് ഓഫ് ദി കർവ്ഡ് റോഡ് എബവ് ദി ഇന്നർ എഡ്ജ്. ഇന്നർ എഡ്ജിനെക്കാട്ടിലും കുറച്ച് റേസ് ചെയ്തിട്ട് ഔട്ടർ എഡ്ജ് വെച്ചിട്ടുണ്ടാവും ടേണിങ്ങിലൊക്കെ. that is called banking of roads. Okay, ഇപ്പൊ ടേണിങ്ങിലൊക്കെ ഈ റോഡ്സിന്റെ ഔട്ടർ എഡ്ജ് കുറച്ച് റേസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു പിന്നെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്. വി കാൻ റെഡ്യൂസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഫ്രിക്ഷൻ ടു സർക്കുലർ മോഷൻ ഓഫ് ദി കാർ. അത് എന്തിനാണ് ബാങ്ക് ചെയ്യുന്നത്? ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, കോൺട്രിബ്യൂഷൻ ഓഫ് ഫ്രിക്ഷൻ ടു സർക്കുലർ മോഷൻ ഓഫ് ദി കാർ. അതായത് ഈ ടേണിങ്ങിൽ സർക്കുലർ മോഷൻ ആണ് വരുന്നത് കാറിന്, ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റോഡ് ബാങ്ക് ചെയ്യുന്നത്. ടു റെഡ്യൂസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഫ്രിക്ഷൻ ടു സർക്കുലർ മോഷൻ. ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കിങ് ഓഫ് റോഡ്സ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ബാങ്ക്ഡ് റോഡ് ആണെങ്കിൽ ഫോഴ്സസ് എങ്ങനെയൊക്കെ വരും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ബാങ്ക് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ഇന്നർ എഡ്ജും ഔട്ടർ എഡ്ജും തമ്മിലൊരു ചെറിയൊരു ഇൻക്ലിനേഷൻ വരും. നേരത്തെ നമ്മൾ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ബോഡി നീങ്ങുമ്പോഴുള്ള ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് അല്ലെ. ഒരു ഹൊറിസോണ്ടൽ ലെവലുമായിട്ട് ആംഗിൾ തീറ്റ വരും. ഓക്കെ, ഇൻക്ലൈൻഡ് പ്ലെയിനിന്. അപ്പൊ അങ്ങനെ ആവുമ്പോ എങ്ങനെയൊക്കെയാണ് ഫോഴ്സ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാം. നമുക്ക് നോർമൽ റിയാക്ഷൻ രണ്ട് കമ്പോണന്റ് വരും, n cos തീറ്റ ആൻഡ് അതേപോലെ ഫ്രിക്ഷണൽ ഫോഴ്സിനെ റിസോൾവ് ചെയ്തു എഫ് കോസ് തീറ്റ ആൻഡ് എഫ് സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ റെസൊല്യൂഷൻ എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കിവിടെ നോർമൽ റിയാക്ഷൻ റിസോൾവ് ചെയ്തു എഫ് കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റ് എൻ കോസ് തീറ്റ വരും, ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് എൻ സൈൻ തീറ്റ വരും. ഒബ്വിയസ്ലി പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എഫ് കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് സൈൻ തീറ്റ. അതില് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് വരുന്നത്, നമ്മളിവിടെ എഴുതുമ്പോ നോക്കിയാൽ തന്നെ നമുക്കറിയാം n cos തീറ്റ ഇസ് ഈക്വൽ ടു mg പ്ലസ് എഫ് സൈൻ തീറ്റ അല്ലെ. വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സസ് എന്ന് പറയുമ്പോൾ n cos തീറ്റ അപ്വേർഡ്സും എഫ് സൈൻ തീറ്റ mg ഡൗൺവേർഡ്സ് വരും. സോ n cos തീറ്റ ഷുഡ് ബി ഈക്വൽ ടു എഫ് സൈൻ തീറ്റ പ്ലസ് mg. കണ്ടീഷൻ ഡിറൈവ് ചെയ്യാം. n cos theta is equal to f sin theta plus mg വരും അല്ലെ. ഇനി ഹൊറിസോണ്ടൽ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ വരുന്നത്, ഹൊറിസോണ്ടൽ കമ്പോണൻസിന്റെ കേസിൽ n sin തീറ്റയും പിന്നെ f cos തീറ്റ അല്ലെ, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും അതാണെന്ത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട് വരിക. സെയിം ഡയറക്ഷനിലാണ് നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ആ കേസിൽ എന്ത് വരും, n sin തീറ്റ പ്ലസ് n sin തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. ഇത് രണ്ടും കൂടെ എന്ത് പ്രൊവൈഡ് ചെയ്യും, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഫോർ ദി സർക്കുലർ മോഷൻ ഓഫ് ദി കാർ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വേണ്ടത് എന്താണ്, എക്സ്പ്രഷൻ ഫോർ മാക്സിമം സ്പീഡ് ഓഫ് ദി കാർ ആണ് വേണ്ടത്. സോ ആ കേസില് മാക്സിമം സ്പീഡ് ആവുന്ന കേസിൽ നമുക്കറിയാം
FS maximum VSN അല്ലേ? മാക്സിമം സ്പീഡ് ഓർ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതാണ് മാക്സിമം സ്പീഡിന്റെ കണ്ടീഷൻ. അപ്പോ FS VSN ആവുമ്പോ തന്നെ അത് മാക്സിമം ആയി. അപ്പൊ ഇവിടെ അത് എഴുതേണ്ട കാര്യമില്ല. FS is equal to VSN ആവുമ്പോഴാണ്, VSN എന്ന് പറഞ്ഞാൽ ഈ FSന്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ ആണ്. സമയത്ത് തന്നെയാണ് നമുക്ക് മാക്സിമം സ്പീഡ് കിട്ടുന്നത്. അപ്പോ Fന് VSN സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് മാക്സിമം സ്പീഡിന്റെ കണ്ടീഷൻ ആവും. ഓക്കെ, therefore question 1 എന്ത് സംഭവിക്കും? n cos theta is equal to VSN sin theta plus mg. So n ഇവിടെ കോമൺ ആയതുകൊണ്ട് n into cos theta minus mu s sin theta is equal to mg. So n is equal to നമുക്ക് n is equal to എന്ത് എഴുതാം? mg by cos theta minus mu s sin theta. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, അപ്പൊ ഇക്വേഷൻ 1 മാക്സിമം സ്പീഡിന്റെ കണ്ടീഷൻ കൊടുത്തു. ഇനി ഇക്വേഷൻ 2 എന്ത് സംഭവിക്കും? ഇക്വേഷൻ 2 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് n sin theta പ്ലസ് mu s n cos theta is equal to m. ഇവിടെ നമ്മൾ മാക്സിമം സ്പീഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം Fന് mu s n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് V എന്താവും? മാക്സിമം സ്പീഡ് ആവും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, ഇനി ഇവിടെ n കോമൺ ആയതുകൊണ്ട് n പുറത്തേക്ക് എടുക്കുമ്പോ sin theta പ്ലസ് mu s cos theta is equal to m V maximum square divided by r. ഇനി n-ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് mg by cos theta minus mu s sin theta. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് എന്ത് വരും? mg into sin theta plus mu s cos theta ഇവിടെ വരും ഡിവൈഡഡ് ബൈ mg divided by cos theta minus mu s sin theta. That equal to രണ്ട് സൈഡിലും m ഉള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോവും. സോ നെക്സ്റ്റ് നമുക്ക് v max is equal to എന്ത് എഴുതാം? v max square is equal to rg sin theta plus mu s cos theta divided by cos theta minus mu s sin theta. അപ്പോ v max is equal to ഇതിന്റെ ഒന്നിച്ചെഴുതുക. ഇതാണ് v maxന്റെ എക്സ്പ്രഷൻ ഫൈനലി വരുന്നത്. അപ്പോ ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഇങ്ങനെ എഴുതിയാലും മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കോസ് തീറ്റ കൊണ്ട് ത്രൂ ഔട്ട് നമ്മള് മുകളിലും താഴെയും ചെയ്യാന്നുണ്ടെങ്കിൽ rg into
ഫസ്റ്റ് ടേം എന്താവും സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ഇവിടെ ടാൻ തീറ്റ. ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ ഇവിടെ 1 മൈനസ് മ്യൂ എഫ് ടാൻ തീറ്റ. ഇതാണ് ഫൈനൽ എക്സ്പ്രഷൻ. മാക്സിമം സ്പീഡിന്റെ ഫൈനൽ എക്സ്പ്രഷൻ ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി ഇത് ഇവിടെ വിത്തൗട്ട് ഫ്രിക്ഷൻ ആണെങ്കിൽ, ഓക്കെ, ദ കാർ മൂവ്സ് വിത്തൗട്ട് ഫ്രിക്ഷൻ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഫ്രിക്ഷൻ, വിത്തൗട്ട് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ കണ്ടീഷൻ? മ്യൂ എസ് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന് മീനിങ് ഇല്ല അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി മാക്സിനെ നമുക്ക് വി എന്ന് വിളിക്കാം. ഇത് ഒപ്റ്റിമം സ്പീഡ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ മാക്സിമം സ്പീഡിനെ വിളിക്കുന്ന പേരാണ് ഇവിടെ ഒപ്റ്റിമം സ്പീഡ്. സോ ഒപ്റ്റിമം സ്പീഡ് വി ഒ ഇസ് ഈക്വൽ ടു, അതിൽ മ്യൂ എസ് 0 കൊടുത്താൽ മതി. മ്യൂ എസ് 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പ്രഷൻ എന്താവും? ആർ ജി ടാൻ സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ടാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റാങ്കിങ് ഓഫ് റോഡ്സിൽ പഠിക്കാൻ. ഇത് കഴിഞ്ഞാൽ ഇനി 2 ക്വസ്റ്റ്യനും കൂടി നോക്കാം. എ സർക്കുലർ റേസ് ട്രാക്ക് ഓഫ് റേഡിയസ് 300 meter is banked at an angle of 15 degree. If the coefficient of friction between the wheels of a race car and the road is 0.2, what is the optimal speed of the race car to avoid wear and tear on its tires? The maximum permissible speed to avoid slipping. Okay, നമുക്ക് ആദ്യം നമ്മൾ ജസ്റ്റ് പഠിച്ചതേ ഉള്ളൂ. ഒപ്റ്റിമം സ്പീഡിന്റെ എക്സ്പ്രഷൻ ഒക്കെ വി ഒ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ അല്ലെ? സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആറ് തന്നിട്ടില്ലെങ്കിൽ 300 meter. ഓക്കെ, 300 into 9.8 into tan 15. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 28.1 meter per second. ഇനി മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ് ആണ്. അതായത് വി മാക്സ് അടുത്തത് കണ്ടുപിടിക്കണം. അപ്പൊ വി മാക്സിന്റെ ഫോർമുല സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ്, tan theta plus mu s divided by 1 minus mu s tan theta. Tan 15 plus 0.2 divided by 1 minus കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത് 38.1 meter per second. Okay. No problem. The next question. A mass of 4 kg rests on a horizontal plane. The plane is gradually inclined until at an angle 15 degree with the horizontal
the mass just begins to slide. What is the coefficient of static friction between the block and the surface? Okay. ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ, ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മീൻസ് ഇസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദി പ്ലെയിൻ ആണ് അല്ലെ. അപ്പൊ ഇവിടെ മീൻസ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. ഓൾറെഡി അത് തന്നിട്ടുണ്ട് ടാൻ 15. സോ ആൻസർ ഈസ് 0.27. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ആലോചിക്കുക അവിടെ എന്താണ്, അത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. സോ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ മാത്രം പറഞ്ഞാൽ മതി. ടാൻജന്റ് ഓഫ് angle of inclined plane is equal to the coefficient of static friction. Okay. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലോസ് ഓഫ് മോഷൻ വെച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ,